ശ്രീ എസ് പി രവി അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ തമിഴ്നാട് മുന്നോട്ട് അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് അവർക്ക് വെള്ളം കിട്ടാതെ പോകുന്നതിന്റെ ആശങ്ക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തമിഴ്നാട് എത്രയോ തവണ കേന്ദ്ര സർക്കാരിനെ മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരിനെ കൃത്യമായി അത് ബോധിപ്പിക്കുന്നു, സുപ്രീം കോടതിയെ ബോധിപ്പിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിന്റെ ഭരണാധികാരികൾ ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുന്നില്ല? അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം ജലസേചനത്തിന് മാത്രമായി ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ച ഒരു ഡാമിലെ ജലം ഉപയോഗിച്ച് അവർ ജലവൈദ്യുത പദ്ധതികൾ വരെ നടപ്പാക്കിയിട്ടും അത് കൃത്യമായി പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിയാതെ പോകുന്നത്. ഇത് വെറും ചർച്ചയിലും വെറും ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുത്തും അല്ലെങ്കിൽ വെറും ചർച്ചയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കൃത്യമായി ഒരു ഇടപെടൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എതിർക്കാൻ കഴിയുമോ? ശ്രീ എസ് പി രവി. കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള കേസുകളല്ല. മറ്റേതെങ്കിലും കക്ഷികൾ കൊടുത്തിട്ടുള്ള കേസിൽ സർക്കാർ അതിന്റെ കക്ഷിയായി മാറുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇന്നേ വരെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സർക്കാർ അങ്ങനെയല്ല നിലപാടെടുക്കേണ്ടത്, അതിൽ തർക്കമില്ല. ഇപ്പോ ഞാൻ മറ്റൊരു വിഷയം പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ നിലവില് സുപ്രീം കോടതി, പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്ന് പറയേണ്ടി വരും, ഇതിന്റെ കരാറിന്റെ സാധുത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത മാസം അവസാനം അക്കാര്യം കേൾക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കേരള സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. ഈ നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇത് ഈ 1886 പെരിയാർ ലീസ് ഡീലാണ്, അതായത് ഒരു പാട്ടക്കരാറാണ്. അപ്പൊ ഇതിന്റെ പാട്ടക്കരാറായിട്ടാണോ അതോ ഒരു ഇന്റർസ്റ്റേറ്റ് വാട്ടർ എഗ്രിമെന്റ് ആയിട്ടാണോ കാണുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാണെങ്കിൽ അതിന് രണ്ട് തരത്തിലാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ വരിക. ഇപ്പൊ ഒരു പാട്ടക്കരാറാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ സ്വാഭാവികമായിട്ടും ഒരു കരാറിന്റെ ഒരു എന്താ പറയുക കോൺട്രാക്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, അതിന് ഏകദേശം എന്താ പറയുക സമാനമായിട്ടുള്ള നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഉണ്ടാവണം എന്നാണ്. ഇവിടെ പക്ഷെ എന്താണ് അവസ്ഥ? ഇവിടെ നേട്ടം മുഴുവൻ തമിഴ്നാടിന്, അതിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കോട്ടം മുഴുവൻ കേരളത്തിന് എന്നുള്ളതാണ്. ഒരു ടോട്ടലി അൺഈക്വൽ എഗ്രിമെന്റ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനത്തെ നമ്മൾ ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനങ്ങളെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. ഇന്ന കാരണങ്ങളാൽ ഈ കരാറ് നിലനിൽക്കാവുന്നതല്ല എന്നുള്ള തരത്തിൽ തന്നെ നമ്മൾ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യേണ്ടി വരും. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത് 100% ഈക്വലാണ്. നേരത്തെ CM ജോയ് സൂചിപ്പിച്ചു 1886 5 രൂപ ഉണ്ടായിരുന്നത് 1970 നമ്മൾ 30 രൂപയാക്കുകയാണ് ചെയ്തത്. അത് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നല്ല, 30 രൂപയാക്കി കുറച്ചു എന്നാണ് ഞാൻ പറയുക. കാരണം 1886 5 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷെ ഈ 30 രൂപയാക്കിയപ്പോൾ അത് വളരെ വളരെ തുച്ഛമായിട്ടുള്ള സംഖ്യയായിട്ട് മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റും തിരുവിതാംകൂർ ഈ രാജ്യവും തമ്മിലായിരുന്നു കരാർ. മദ്രാസ് പ്രസിഡൻസിയുമായിട്ടല്ല, മറിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ആണ് കരാറിന്റെ ഭാഗമായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുടർച്ച യൂണിയൻ ഗവൺമെന്റിനാണോ അതോ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടിനാണോ എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കേണ്ടി വരും. ഇത് ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തമിഴ്നാടും തമ്മിലുള്ളത് എന്നുള്ളത് മാറിയിട്ട് ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് എങ്കിലും ആയിട്ട് ഇത് മാറുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഒരു കക്ഷി കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇതിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നാളെ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. നിലവിലുള്ള അനുഭവത്തിൽ കേരളത്തോട് അനുകൂലമായിട്ടുള്ള നിലപാട് ഈ കേന്ദ്രം എടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു എന്താ പറയാ, രണ്ടിലും പെടാത്ത നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ കുറെ കൂടെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ടതാണ്. മൂന്നാമത്തേത്, ഇതില് ഈ പെരിയാർ ഇന്റർസ്റ്റേറ്റ് റിവർ ആണോ അല്ലയോ എന്നുള്ളൊരു തർക്കം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പെരിയാറിന്റെ ഒരു ചെറിയ ഭാഗം 114 സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാട്ടിലുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് പക്ഷെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമും അതിന്റെ വൃഷ്ടിപ്രദേശവും പൂർണ്ണമായിട്ടും കേരളത്തിനകത്താണ്. നീരാറുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയയാണ് തമിഴ്നാട്ടിലുള്ളത്. അതായത് ഇടമലയാറിന്റെ അപ്പർ ഈ റീച്ചസിലുള്ള കുറച്ച് ഭാഗമാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടെ ആ ഭാഗത്തുള്ള നീരൊഴുക്കിനേക്കാൾ കൂടുതൽ വെള്ളം അവർ പറമ്പിക്കുളം ആളിയാർ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇന്റർസ്റ്റേറ്റ് ബോർഡർ, ഈ ഇന്റർസ്റ്റേറ്റ് റിവർ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് ഒരു കാരണവശാലും ഉന്നയിക്കാൻ പറ്റില്ല. അതും കൂടെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട. അങ്ങനെ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും കേരളത്തിനകത്തുള്ള അണക്കെട്ട്, കേരളത്തിനകത്തുള്ള വൃഷ്ടിപ്രദേശങ്ങൾ, അതിനകത്ത് നിന്നുള്ള വെള്ളമാണ് ഈ തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഇവിടെ തമിഴ്നാട് ഈ കേരളത്തിന്റെ വെള്ളം കേരളം അങ്ങോട്ട് കൊടുക്കുകയല്ല, മറിച്ച് അവരെടുക്കുകയാണ് എന്നുള്ളത് നമ്മൾ അടിവരായിട്ട് പറയേണ്ടതുണ്ട്. അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. നമ്മുടെ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെടുക്കുകയല്ല വേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കരാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാർ, അങ്ങനത്തെ വിഷയങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഡോക്ടർ CM ജോയ് സൂചിപ്പിച്ച ഈ വൈദ്യുതി ഉത്പാദനവുമായി ബന്ധപ്പെട്ട വിഷയവും പ്രധാനമാണ്. അതിനകത്ത് വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു റോയൽറ്റി, ആ റോയൽറ്റിയുടെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ തമാശയാണ്. 8760 യൂണിറ്റ് വൈദ്യുതിക്ക് 12 രൂപയാണ് നമുക്ക് കിട്ടുന്ന റോയൽറ്റി. അഥവാ ഒരു യൂണിറ്റിന് 0.13 പൈസ, 0.13 പൈസയാണ് ഒരു യൂണിറ്റിന് നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി 2 കാര്യങ്ങൾ കൂടെ ഇതിനകത്തുണ്ട്. അത് അടുത്ത റൗണ്ടിലായാലും കുഴപ്പമില്ല. ഒന്ന്, നിലവിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ അണക്കെട്ടിന്റെ സുരക്ഷ കൂടുതൽ ഭീഷണിയാവുന്നു? അതിനകത്ത് അതെ, അത് നമുക്ക് അടുത്ത റൗണ്ടിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഭൂകമ്പ സാധ്യതകളുള്ള പ്രദേശത്താണ് ഈ ഡാം നിലനിൽക്കുന്നത്. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ